അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നുസി, എടി എടി പെണ്ണേ, നുസീബ, ഇവളെന്താ വാതിൽ തുറക്കാത്തത്? ഷമ്മാസ് ഫ്ലാറ്റിൻ്റെ ആ വരാന്തയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. റബ്ബേ, നുസി. ഹോ, ഷമ്മാസ് ആകെ വേർത്തൊലിച്ചു. അവൻ ഫോൺ എടുത്തു. എവിടെ റബ്ബി പെണ്ണ്? നുസി, ഡി വാതിൽ തുറക്ക് പെണ്ണേ. അല്ല, എല്ലാം കൂടി ആകെ ടെൻഷനാണ്. എന്താ അറിയുന്നില്ല. നുസീബ, ഇനി നിസ്കരിക്കും വല്ലതുമാണോ ഈ സമയത്തോ? ഓളൊക്കെ കറക്റ്റ് ടൈമിന് ചെയ്യുന്ന ആളാണ്. പഠിച്ചോനെ, എന്ത് ചെയ്യുക? എനിക്ക് നുസീബയുടെ ഫോണിലേക്ക് അതാ ഷമ്മാസ് വിളിക്കുന്നു. ഫോൺ എടുത്താൽ അത് ഫോൺ എടുക്കുന്നില്ലല്ലോ. എന്താ റബ്ബേ ഞാൻ ചെയ്യാം? നുസീബ, വാതിൽ തുറക്ക്. ഷമ്മാസിൻ്റെ വിചാരം നുസീബക്ക് എന്തോ പറ്റിയിട്ടുണ്ട് എന്നാണ്. ഇക്ക, ഓ എന്തൊരു വിളിയാണിത്! ഓ നുസിയ പേടിച്ചു പോയി പെണ്ണേ. എന്ത് ഇക്ക? ഞാൻ നിസ്കരിക്കായിരുന്നല്ലോ. ഞാൻ ഫസ്റ്റത്തെ റക്കാത്തിലേക്ക് കടന്നപ്പോഴാണ് വിളി തുടങ്ങിയത്. പിന്നെ നിസ്കാരം മുറിക്കാൻ പറ്റൂലല്ലോ. നുസി, ഞാനാകെ പേടിച്ചു പെണ്ണേ. ഏയ്, പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോഴേക്കും നുസീബ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത്, ഇതേക്ക, ഇത് കുടിച്ചോളി ഇവിടെ ഇരുന്നിട്ട്. ഓ എൻ്റെ റബ്ബേ, കൈകാലുകൾ തളർന്നു. ഇക്ക ഓരോ ടെൻഷൻ മനസ്സിൽ വെച്ച് കൊണ്ട് നടന്നിട്ടാണ് ഇങ്ങനെയൊക്കെ. മറ്റേത് ഇങ്ങനെയല്ലായിരുന്നു, നല്ല ധൈര്യമുള്ള ആളായിരുന്നു. ഇപ്പം എന്താ അറിയില്ല, ഈയിടെയായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് നിങ്ങളുടെ കാര്യം. മൊത്തത്തിൽ നിങ്ങൾ ആളാകെ മാറിപ്പോയിരിക്കുകയാണ്. അന്ന് എന്നെ വീട്ടിൽ കൊണ്ടുപോയി പാതി വഴിയിൽ ഇട്ട് പോയതുപോലെ തന്നെ എല്ലാം അങ്ങനെ തന്നെ. എന്ത് നിങ്ങളിങ്ങനെ? നുസി, എന്താ ചെയ്യുക? എനിക്ക് എൻ്റെ മനസ്സും ശരീരവും എനിക്കറിയുന്നില്ലടി എന്ത് പറ്റിയെന്ന്. ഉമ്മയുടെ സ്വർണത്തിൻ്റെ കാര്യം ഞാൻ എന്ത് ചെയ്യും? എൻ്റെ ഉമ്മ വിളിക്കുമ്പോൾ എന്ത് പറയും എനിക്കറിയുന്നില്ല. ഇക്ക, നിങ്ങൾ പെറ്റുമ്മല്ലേ? നമ്മളൊരിക്കലും കരുതിക്കൂട്ടി ചെയ്തതല്ലല്ലോ. ഇനി അങ്ങനെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉമ്മയോട് കാര്യങ്ങൾ പറയണം. എന്താ? അതൊക്കെ ശരി തന്നെയാണ്, പക്ഷേ നഷ്ടപ്പെടാൻ കാരണം ഞാനാണ്. ഞാൻ അവിടെ നിന്നത് കൊണ്ടല്ലേ, ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ടുവന്നു കൊണ്ടല്ലേ. ഇക്ക, അങ്ങനെയല്ല, ഞാനല്ലേ കാരണക്കാരി. ഞാനല്ലേ പറഞ്ഞത് അവള് അവിടെ നിൽക്കുക, നമുക്ക് വേലക്കാരത്തി പെണ്ണ് അവിടെ നിന്നോട്ട് എന്നൊക്കെ പറഞ്ഞ് ഞാനല്ലേ. അപ്പം ഞാനല്ലേ കുറ്റക്കാരി? സാരല്ല. നുസൈബ തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ ആശ്വസിപ്പിച്ചു. ഇക്ക, നിങ്ങളൊന്നുകൊണ്ടും വിഷമിക്കല്ലേ, ഇവിടെ നിന്ന് കിടന്നോളൂ റിലാക്സായിട്ട്. വേണ്ടടി, എന്ത് ഞാൻ ചെയ്യാൻ എനിക്കറിയുന്നില്ല. ഷമ്മാസ് ശോകമുഖമായി അവിടെ കിടന്നു. തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിൽ വന്ന ആ ഒരു മാറ്റം നുസൈബയെ വല്ലാതെ വേദനിപ്പിച്ചു. അവൾ പടച്ച റബ്ബിനോട് ദുആ ചെയ്തു. അല്ലാഹ്, ഉമ്മ ഒന്ന് വന്നിരുന്നെങ്കിൽ ഇത്ര വിഷമില്ലായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ ആകെപ്പാടെ പേടി തോന്നാണ്. ഈ ഒരു അവസ്ഥയിൽ എൻ്റെ ഇക്കാക്കും വയ്യാത്തൊരവസ്ഥ. അതെ, അദ്ദേഹം വല്ലാതെ മനസ്സും ശരീരമൊക്കെ തളർന്നു പോയ പോലെയാണ്. അല്ലാഹ്, എനിക്ക് ആരെഞ്ഞുള്ളത്? എനിക്കെല്ലാത്തിനും എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ ഇക്കയായിരുന്നു. പക്ഷേ ഇപ്പോഴിതാ ദിനം പ്രതി വല്ലാതെ എല്ലാം ടയേർഡായിക്കൊണ്ടിരിക്കുകയാണ്. റബ്ബേ, നീ കാക്ക്. ഇക്ക, ഫോൺ അടിക്കണതാ. ഇക്ക, ഓ ആരത്? ഉമ്മ. ഇക്ക, ഇത് ഉമ്മ വിളിക്കുന്നു. ആ, ഹലോ. വലൈക്കും അസ്സലാം. മോനെ, എന്താടാ ഒരു ഉഷാറില്ലാത്തേ? ഉമ്മ പറയ്. എന്താ, ഉറങ്ങാണോ? ഉറങ്ങായിട്ടില്ല ഉമ്മ, ഞാൻ. പൊന്നു മോനെ, എവിടെ നുസി?
ഇവിടെയുണ്ട്. എന്താ എൻ്റെ കുട്ടിക്കൊരു ഉഷാറില്ലാത്തത്? ഉമ്മ ഒരു കാര്യം പറയാൻ വിളിക്കുകയാണേ. എന്തുമ്മ? അതെ, പിന്നെ ഞാൻ വരുന്നുണ്ട് അടുത്ത ആഴ്ച. അത് കേട്ടപ്പോൾ ഷമ്മാസ് ഞെട്ടിത്തെറിച്ചു പോയി. യാ അല്ലാ, എന്താ മോനെ നിനക്കൊരു സന്തോഷമില്ലാത്ത? ഉമ്മ അത് അല്ല, അപ്പോൾ മുംതാസിൻ്റെ ഈ ഫൈസലിൻ്റെ നിക്കാഹ് അതൊക്കെ പറഞ്ഞിട്ട് പൊന്നു മോനെ കുറച്ച് ദിവസം കൂടി അവർക്ക് അവധിയുണ്ട്. അതായത് മുംതാസിൻ്റെ ഈ ഒരു കല്യാണം ഒഴിവാക്കിയതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് റെഡി ആകാനുണ്ട്. പിന്നെ അവരിവിടെ ഒരു ചെറിയ ബിസിനസ് കാര്യങ്ങളൊക്കെ സെറ്റാക്കുന്ന പരിപാടി അതെല്ലാം കൂടെയൊക്കെയാണ്. അപ്പം ഞാൻ പറഞ്ഞ് ഞാൻ നാട്ടിലൊന്ന് പോയിട്ട് വരാം. നമുക്ക് ഇൻഷാ അല്ലാ ഇവിടെ വെച്ച് നിക്കാഹാണെങ്കിൽ അങ്ങനെ ആക്കാം. അതിന് ഞാൻ നാട്ടിൽ പോയിട്ടൊന്ന് വരാം. എൻ്റെ മരുവളവിടെ 10 കഴിഞ്ഞ് നിൽക്കുകയാണ്. ഒന്നുമില്ല 9 കടന്നില്ലേ. അപ്പം എനിക്ക് ഇനി നൃത്തം ഇവിടെ നിൽക്കാൻ പറ്റൂല എന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ അപ്പോൾ ഫൈസൽ പറഞ്ഞു ഉമ്മ നിങ്ങൾ പിന്നെയെന്ന് വെച്ചാൽ ഫൈസൽ എന്ന് വെച്ചാൽ അവർക്ക് എല്ലാത്തിനും ഒപ്പമുള്ള ആളല്ലേ. ഓല് പിന്നെ ഗൾഫിലായാലും നാട്ടിലായാലും ഓൾക്ക് പണത്തിൻ്റെ കാര്യത്തിലൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഒന്നും ഇല്ലല്ലോ, ഒക്കെ റാഹത്താണല്ലോ. ബിസിനസ്സും കാര്യങ്ങളൊക്കെ കുറേ ഉണ്ട്. അപ്പം പിന്നെ ഇവിടെ മൂപ്പര സ്നേഹിതന് അറബിയും എല്ലാം കൂടി ആയിട്ടേ അങ്ങനെ ഇതാക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളെ മട്ടം പോലെ ആകുമ്പോഴൊക്കെ വിളിക്കി എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ പോകുമെന്ന് പറഞ്ഞപ്പോൾ മുംതാസിന് ഭയങ്കര സങ്കടമുണ്ട് കേട്ടോ. ഞാൻ അവളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ്. അപ്പോൾ ഓള് പറയാണ് ഉമ്മ നിങ്ങൾ ഇനിയിപ്പോൾ പോകണോ, ഒരുമിച്ച് നമുക്ക് നാട്ടിൽ പോയാൽ പോരെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞേ പൊന്നു മോളെ എനിക്ക് നിൽക്കാൻ പോതില്ലായിട്ടില്ല. എൻ്റെ ഏതായാലും ഉംറയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാണല്ലോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് സ്ഥലങ്ങളും ഇതൊക്കെ കാണാൻ പോകും. പിന്നെ റൂമിലിരിക്കല്ലേ. ഞാൻ പറഞ്ഞു ഞാൻ ഒന്ന് പോയിട്ട് വരാം. ഇൻഷാ അല്ലാ നിക്കാഹൊക്കെ ആണെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടി ഇല്ലാണ്ട് കൂടാലോന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഉമ്മ അടുത്ത ആഴ്ച വരുന്നുണ്ട് കേട്ടോ. നുസിനോടും പറഞ്ഞാളാ. ഇനിയിപ്പോൾ വിഷമിക്കൊന്നും വേണ്ട, ഉമ്മ വരുന്നുണ്ട് കേട്ടോ. എന്നാൽ ശരി മോനെ, അസ്സലാമു അലൈക്കും. ഉമ്മയുടെ ആ ഒരു വാക്ക് കേട്ട് ശരിക്കും ഷമ്മാസ് ഞെട്ടിപ്പോവുകയാണ് ചെയ്തത്. റബ്ബേ, ഇക്ക എന്തു പറ്റി? എന്ത് കണ്ണുമുഖക്ക് വല്ലാണ്ടിരിക്കുന്നത്? പെട്ടെന്ന് ഷമ്മാസിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. യാ അല്ലാ, ഷമ്മാസ് വിതുമ്പിപ്പോയി. ഇക്ക നിങ്ങൾ എന്ത് കരയണത്? എന്താ ഉമ്മ വരുന്നുണ്ട് അങ്ങനെ എന്തെല്ലാം പറഞ്ഞത്? അതേടി, ഉമ്മ വന്ന ഉമ്മാനോട് ഞാൻ എന്ത് സമാധാനം പറയും? എനിക്ക് ഇക്ക നിങ്ങൾ വിഷമിക്കല്ലേ, പഠിച്ച റബ്ബൊന്ന് കണ്ടിട്ടുണ്ടാവും. പിന്നെ കേസ് കൊടുക്കാനൊക്കെ പറഞ്ഞല്ല. വേണ്ട, തൽക്കാലം കേസൊന്നും കൊടുക്കണ്ട. വീട്ടിലേക്ക് പോലീസ് വരും, അവിടെയെല്ലാം ചെക്ക് ചെയ്യും. എൻ്റെ ഉമ്മ ഉള്ള സമയത്താണെങ്കിൽ ഉമ്മ അറിയുമല്ലോ അതൊക്കെ. റബ്ബേ ഞാൻ എന്താ ചെയ്യാൻ എനിക്കറിയുന്നില്ല. അല്ലാ, ഉമ്മയെ ഒരിക്കലും അറിയിക്കരുത് നുസി. ഉമ്മയുടെ ആഭരണങ്ങൾ നഷ്ടപ്പെട്ടത് ഒരിക്കലും ഉമ്മക്ക് ആഭരണങ്ങൾ ഇട്ടു പോകാൻ വേണ്ടിയിട്ടല്ല. പക്ഷേ ഉമ്മ അതറിയുമ്പോൾ ഉമ്മയുടെ മനസ്സിലെന്തായിരിക്കും അത് നമ്മൾ ആലോചിക്കണ്ടേ. അതുകൊണ്ട് തൽക്കാലം ഒന്നും അറിയണ്ട. ഷമ്മാസിൻ്റെ മനസ്സിൽ തികച്ചും പേടി കൂടിക്കൂടി വന്നു. അതെ, പേടിയല്ല, ഉമ്മയോട് എങ്ങനെ പറയും? ഉമ്മയുടെ ആഭരണങ്ങൾ അതെൻ്റെ കൈകളിൽ നിന്നാണ് നഷ്ടപ്പെട്ടത്. അതെ, ഞാൻ നിൽക്കുന്ന വീട്ടിൽ നിന്ന്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. യാ അല്ലാ, എന്നേക്കുമായി ഉമ്മ അത് വെറുക്കാൻ കാരണമാകും. ഇക്ക നിങ്ങളൊന്നുകൊണ്ട് വിഷമിക്കണ്ട. ഉമ്മ പറഞ്ഞാൽ ഉമ്മയല്ലേ, ഉമ്മ പൊറുക്കുന്നവളാണല്ലോ. എനിക്കറിയാം ഉമ്മാനെ. നുസി, നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടില്ലെങ്കിലും ഓക്കെ, പക്ഷെ ഇത് ഇത്രക്കും വലിയൊരു ഉമ്മ എത്ര കാലങ്ങളായി സൂക്ഷിച്ചു കൊണ്ട് നടക്കുന്നതാണ്. അതൊക്കെ നമ്മളെ കൈകൾ കൊണ്ട് നഷ്ടപ്പെടുകയെന്ന് വെച്ചാൽ ഇക്ക കൈകൾ കൊണ്ടല്ലല്ലോ, എന്തായാലും നമ്മളെ ഏൽപ്പിച്ച് പോയതാണ്. പിന്നെ ഒരിക്കൽ പോലും ഉമ്മ പറഞ്ഞ് നമ്മൾ ശരി വെച്ചില്ല. വേലക്കാരികളൊക്കെ നിർത്തുക വെച്ചാൽ ഉമ്മയോട് ഒരു നിമിഷങ്ങൾ ചോദിക്കായിരുന്നു, അതൊന്നും ചോദിച്ചില്ല. ആകെപ്പാടെ ഒരു ഇടങ്ങാറ്. എനിക്കറിയുന്നില്ല. ഇക്ക നിങ്ങൾ വിഷമിക്കണ്ട. എന്നാൽ ഈ സമയം ഗൾഫിൽ ഫൈസൽ ഉമ്മയോട് പറയായിരുന്നു, ഉമ്മ നിങ്ങൾ പോവാണോ? എൻ്റെ പൊന്നുമോനെ ഇനിയും 1 മാസം 2 മാസമൊക്കെ നിൽക്കണമെന്ന് പറയുമ്പോൾ അതിപ്പോൾ ഉമ്മാക്ക് ബുദ്ധിമുട്ടല്ലേ? ആ പെണ്ണവിടെ 10 കഴിഞ്ഞ് നിൽക്കല്ലേ കുട്ടിയെ. ഉമ്മ അല്ലെങ്കിൽ എൻ്റെ പൊന്നുമോനെ ഞാൻ ഇല്ലെങ്കിലും ഇവരെ ഫാമിലിക്ക് ഈ എപ്പോഴും കൂടെ നിൽക്കുന്ന ആളല്ലേ. ഇമ്മ പോയിട്ട് വരാം. ഇമ്മാക്കിപ്പോൾ എന്താ പേടി? ഫ്ലൈറ്റ് കയറി അവിടെ എത്തും. ഷമ്മാസിനോടൊന്ന് വരാനും പറഞ്ഞാൽ പോരെ?
ഉമ്മ അതുകൊണ്ടൊന്നല്ല. ഉമ്മ പോയാൽ മോനെ നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട കേട്ടോ. അല്ലുമ്മ പേടിയല്ല, എനിക്ക് ഉമ്മാൻ ഒറ്റയ്ക്ക് വിടാൻ ധൈര്യം. എടാ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഫ്ലൈറ്റ് കയറി എത്ര ആൾക്കാർ, പാതി വഴിയിൽ ഇറങ്ങണ്ട, ഒന്നും വേണ്ട. ഇവിടുന്ന് അങ്ങോട്ട് ഫ്ലൈറ്റ് കയറി കഴിഞ്ഞാൽ നേരെ ഇതാ കരിപ്പൂർ എയർപോർട്ടിൽ, കാലിക്കറ്റ് എയർപോർട്ടിൽ ഇറങ്ങാണ്. അവിടുത്തെ ചെക്കിങ്ങും കാര്യങ്ങളും കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ തന്നെ അവിടെ ഷമ്മാസ് ഉണ്ടാവില്ലേ? അല്ലമ്മ ഷമ്മാസ് ചിലപ്പോൾ ഒരു പക്ഷെ സമ്മതിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഉമ്മ നമുക്ക് ഒരുമിച്ച് ഒരു മാസം കൂടി. എൻ്റെ പൊന്നുമോനെ ഒരു കാര്യമുണ്ട്, പെൺകുട്ടികളെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഒഴിവാക്കി കഴിഞ്ഞാൽ, ഭർത്താക്കന്മാർ ഒഴിവാക്കി കഴിഞ്ഞാൽ കുറച്ച് ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് അതൊക്കെ നടത്തണം. അതൊക്കെ നമ്മളെ ദീനിലുള്ളതല്ലേ. അതൊക്കെ ഇല്ലാതെ നടക്കണ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം അപ്പോഴത്തിന് നിങ്ങളെ ബിസിനസ്സും കാര്യങ്ങളും ഇതൊക്കെ റെഡിയാവും ചെയ്യും. അപ്പോഴത്തിന് ഉമ്മ ഒന്ന് നാട്ടിൽ പോയി ഓളെ പ്രസവം കാര്യമൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടേ അപ്പോഴത്തിന് നമ്മൾ പറ്റുന്നുണ്ടെങ്കിൽ വരാം, നമുക്ക് എല്ലാവർക്കും ഇവിടെ കൂടും ചെയ്യാം. എന്തേ ഓൾക്ക് പിന്നെ ഇവിടെ നിൽക്കണതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. എനിക്ക് വെച്ചാൽ എൻ്റെ മനസ്സ് മുഴുവൻ അവിടെയാണ്. ഉംറ കഴിഞ്ഞപ്പോൾ തന്നെ തിരിച്ചു പോകണമെന്ന് വിചാരിച്ചാണ്. പിന്നെ ഇപ്പോൾ ഇവിടെയൊക്കെ കുറച്ചും കൂടി നിങ്ങളിപ്പോൾ നിൽക്കലുമായി. അങ്ങനെയുണ്ട്. പിന്നെ ഓളോളെ വീട്ടിലാന്നൊക്കെ പറഞ്ഞപ്പോഴേ എനിക്കൊരു സമാധാനമുണ്ട്. മറ്റേത് ഇവിടെ ആകുമ്പോൾ പുത്തൻ വീട് തറവാട്ടിലാകുമ്പോൾ എനിക്ക് സമാധാനമില്ല. നുസിയോളെ വീട്ടിലാണല്ലോ, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഉമ്മ ഒന്ന് പോയിട്ട് വരട്ടോ. ഉമ്മ അപ്പോൾ പോവുകയാണോ? ഉമ്മ അപ്പോൾ കുറച്ച് പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ മോനെ അതൊക്കെ ഇപ്പോൾ അല്ലമ്മ കുറച്ച് കൊണ്ടുപോകാം, അല്ലെങ്കിൽ ബാക്കി ഞാൻ കുറച്ച് കാർഗോയും വിടാം. അതായിരിക്കും നല്ലത്. ഉമ്മാക്ക് അത്ര ഭാരം വരില്ല. ഉമ്മാക്കിപ്പോൾ പെട്ടി പിടിക്കാനും വലിക്കാനും അതിനൊന്നും നിൽക്കും വേണ്ട. എൻ്റെ പൊന്നും മോനെ എന്നാൽ പിന്നെ അതാ നല്ലത്. കാരണം അത് ഇങ്ങനെ കറങ്ങി പോകുമ്പോൾ അത് പിടിച്ച് വലിച്ചിക്കാണ്ട് വെക്കാനും ചിലപ്പം കൊണ്ട് അല്ല ആൾക്കാരൊക്കെ ഉണ്ട്, നമ്മളെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ഉണ്ടാവും. എന്നാലും മോനെ പൂതിക്ക് കുറച്ച് തന്നാളാ, പിന്നെ ബാക്കി എന്താ വെച്ചാൽ കാട്ടാം. ഉമ്മ എന്നാൽ വരി നമുക്ക് പർച്ചേസിങ്ങിന് പോകാം. സത്യം പറഞ്ഞാൽ ഉമ്മ പോവുകയാണെന്നറിഞ്ഞപ്പോൾ മുംതാസിന് അത് വല്ലാത്തൊരു വിഷമമായിരുന്നു. മോളെ ഉമ്മ പോവാണോ? മോളെ ഉമ്മ പോട്ടടി, ഇൻഷാ അല്ലാ വരണ്ട. നിങ്ങളെ നിക്കാഹിനൊക്കെ കൂടണ്ടേ? അപ്പോഴത്തേന് എൻ്റെ കുട്ടിൻ്റെ ഇതിൻ്റെ കാലാവധി അതും ഇതൊക്കെ ഒന്ന് കഴിഞ്ഞാണ്ട് ഒക്കെ ഉണ്ട് റെഡി ആവട്ടെ. അപ്പോഴത്തിന് ഉമ്മ വരും ഉറപ്പാണ്. നമുക്ക് ഇവിടെ വെച്ച് തന്നെ നിക്കാഹ് നടത്തണം. നാട്ടിൽ അങ്ങോട്ട് പോകണ്ട, ഇവിടെ വെച്ച്. ഇപ്പോൾ ഇവിടെ ഈ റൂമും വില്ലൊക്കെ എടുത്ത് സെറ്റ് ആയില്ല ഇപ്പോൾ നിങ്ങൾ. ഇപ്പോൾ ഇത്ര നല്ല മട്ടത്തിൽ ഇവിടെ കാണാൻ പോകാം, ഇവിടെ നിൽക്കുക. അങ്ങനെ ഏതായാലും നിങ്ങളെ ബിസിനസ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ റെഡിയാക്കാൻ നോക്കുന്നുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ ഫൈസൽ ഇവിടെ ഉണ്ട്, നിങ്ങൾ ഉപ്പാനെ നോക്കാനൊക്കെ. പിന്നെ എന്ത് പേടി? ഉമ്മ ഉണ്ടാകുമ്പോൾ ഒരു സന്തോഷമായിരുന്നു. അല്ല മോളെ, എനിക്ക് എൻ്റെ മരോളെ ഓള് അതുകൊണ്ടാണ് ഞാൻ പോണത്, അല്ലാതെ ഒരു ഇതും ഉണ്ടായിട്ടല്ല. ഉമ്മ പോട്ടെ കേട്ടോ. സത്യം പറഞ്ഞാൽ അവൾക്ക് അത് വല്ലാത്തൊരു വിഷമമായിരുന്നു ഉമ്മ പോകുന്നത്. ഉമ്മയും ഫൈസലും അതാ ഷോപ്പിങ്ങിന് പോവുകയാണ്. കൂടെ ഹിജാബ് ധരിച്ച് മുംതാസുമുണ്ട്. അതെ, ഉമ്മാക്ക് എപ്പോഴും താങ്ങായും തണലായും മുംതാസുണ്ട്. ഇപ്പോൾ ഉമ്മാക്കും തന്നെ അവൾ കൂടെ ഉണ്ടാകുമ്പോൾ അതൊരു സന്തോഷമാണ്. മോളെ ഉമ്മാൻ്റെ കുട്ടിക്ക് ഹിജാബൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല ഭംഗി. ഉംറയൊക്കെ കഴിഞ്ഞതല്ലേ, അപ്പോൾ ഇനി മുതൽ ഇൻഷാ അല്ലാ നല്ല രീതിയിൽ നടക്കണം, അതാണ് എൻ്റെ ആഗ്രഹം. ആയിക്കോട്ടെ മോളെ, ഏറ്റവും നല്ല തീരുമാനമാണത്. അല്ലാതെ കുറേ മുടിയും കാട്ടി നടന്നിട്ട് ആരെ കാട്ടാനാ? വെറുതെ എന്തേ നരകത്ത് പോണത്? അതേ ഉമ്മ, ഒരു കാലത്ത് നല്ല ഫാഷനായിരുന്നു ഞാൻ ജീവിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ എനിക്ക് മോളെ ഫൈസൽ ഇപ്പോൾ പഴയ പോലെ ഒന്നല്ല. ഓന് പഠിച്ചവനെ പേടിയുള്ള കൂട്ടത്തിലാണ്. ഓൻ നല്ല ആളേക്കണ്. ഇനി പഴയ കാലത്ത് എന്തെങ്കിലും കാട്ടിക്കൂട്ടിക്കണമെങ്കിലും ഉമ്മ. അല്ല മോളെ, ഇങ്ങക്ക് രണ്ടാക്കും ഒന്ന് സംസാരിക്കണ്ടേ? അതല്ലേ നല്ലത്. ഒന്ന് സംസാരിച്ചിട്ട് കാര്യങ്ങളൊക്കെ ഉറപ്പിച്ചിട്ട് പോയാൽ നമുക്കിപ്പോൾ എന്നിട്ട് നിക്കാഹും കാര്യങ്ങളൊക്കെ വന്നിട്ടൊക്കെ ആക്കാം ഇൻഷാ അല്ലാ. എന്താടി ഫൈസൽക്കാക്ക് എന്നോട് ഇഷ്ടമുണ്ടാവോ? മോളെ ഇഷ്ടമുണ്ടാവോ എന്ന് നമുക്ക് ചോദിച്ച് നോക്കണം നേരിട്ട്. ഞാൻ ഇന്ന് ഏതായാലും നമ്മൾ ഷോപ്പിങ്ങിന് പോയി വന്നിട്ട് ഫൈസലിനോട് ഞാൻ കാര്യങ്ങളൊന്ന് പറയാണ്ട്. അതായത് എന്തായാലും ഇങ്ങനെയൊക്കെ ആയി, ഒരുമിച്ച് നിങ്ങൾ കുറേ റിലേഷൻ കണ്ടുമുട്ടലും പരിചയപ്പെടലും ഒക്കെ സ്വന്തം ആൾക്കാരെ പോലായി. ഇനിയിപ്പോൾ ഹലാലാക്കിയാൽ നിങ്ങളെ പാടായിട്ടാണ് പോയാൽ പോരെ? ഫൈസലിനോടും ഞാൻ കാര്യങ്ങളൊക്കെ ഒന്ന് പറയട്ടെ കേട്ടോ. ഇൻഷാ അല്ലാ. അങ്ങനെ അവർ ഷോപ്പിങ്ങിന് പോകുന്നു.
ഉമ്മ നാട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങളും കാര്യങ്ങളും നുസൈബാക്കുള്ളതും ഒക്കെ ഒരുപാട് വാങ്ങുന്നുണ്ട്. അതിൽ ഉമ്മ അതാ കാണുന്നു കുഞ്ഞുടുപ്പുകൾ. മോനെ ഫൈസലേ, ഇങ്ങോട്ട് നോക്ക്. എന്തുമ്മ? ഹോ ഉമ്മ, ഡെലിവറി ഒന്ന് കഴിഞ്ഞോട്ടെ, അതിനു മുമ്പ്. ഉമ്മ അത് കാണിക്കുമ്പോഴെല്ലാം ഫൈസലിൻ്റെ മനസ്സിൽ എന്തൊക്കെയോ ചിന്തകൾ തകിടം മറിയുകയായിരുന്നു. ഓരോ കുഞ്ഞുടുപ്പ് ഉമ്മ എടുക്കുമ്പോഴും ഫൈസലിൻ്റെ കണ്ണുകൾ നിറയുന്നു, അത് തുടക്കുന്നു. യാ അല്ലാ, യാ അല്ലാ, ഞാൻ ശരിക്കും നിന്നിരുന്നെങ്കിൽ എനിക്കെൻ്റെ വേണ്ട, ആലോചിക്കാൻ പാടില്ല. ഒരിക്കൽ പോലും ഞാൻ നുസൈബയെ ആലോചിക്കാൻ പാടില്ല. ഇന്ന് എൻ്റെ അനിയൻ്റെ പെണ്ണാണ് അവന്. അനിയൻ്റെ കുഞ്ഞിനെ ഗർഭം ചുമന്ന പെണ്ണാണ് നുസൈബ. ഒരിക്കൽ പോലും പഴയതൊന്നും ആലോചിക്കാൻ പാടില്ല ഫൈസലേ. ഫൈസലിനോട് തന്നെ ചോദിക്കുകയാണ്, ഫൈസൽ, നീ ചെയ്ത ചെറ്റത്തരത്തിൻ്റെ ഫലമായിട്ട് പടച്ച റബ്ബ് നിനക്ക് നൽകിയ ശിക്ഷയാണത്. ഒരിക്കൽ പോലും അവളെ നീ ആലോചിക്കാൻ പാടില്ല. അത് നിൻ്റെ ആരുമല്ല. ആദ്യ ഭാര്യ ആയിരുന്നാലും അല്ലെങ്കിലും ഇപ്പോൾ ആരുമല്ല. അത് ഇപ്പോൾ ഷമ്മാസിൻ്റെ പെണ്ണ് മാത്രമാണ്. ഒരു നിമിഷം അവൻ ആ കുഞ്ഞുടുപ്പുകൾ കാണുമ്പോൾ കണ്ണുകൾ തുടക്കുകയായിരുന്നു. അല്ലാ, വേണ്ട, ഞാനത് ആലോചിക്കാൻ പാടില്ല. ആലോചിക്കുന്നെന്തിനാ? എൻ്റെ കൈകളിലുണ്ടായിരുന്നല്ലോ അവൾ, എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയായിട്ട്. ഞാനായിട്ടാണ് അവളെ ഉപേക്ഷിച്ചത്. ഇനി അത് ആലോചിക്കാനും ചിന്തിക്കാനും പാടില്ല. അത് തികച്ചും തെറ്റാണ്. എൻ്റെ അനിയനോട് ചെയ്യുന്നൊരു ചതിയാണ്, വഞ്ചനയാണത്. ഒരിക്കലും ഉമ്മ കുഞ്ഞുടുപ്പുകൾ പെട്ടിയിലേക്ക് വാങ്ങിയിടുമ്പോൾ അവൻ ആ ഭാഗത്തേക്ക് തന്നെ നോക്കിയില്ല. ഒരു നിമിഷം ഉമ്മ അവൻ കണ്ണുകൾ തുടക്കുന്നത് കണ്ടു. ഫൈസൽ കണ്ണു തുടക്കുന്നു. മോനെ ഫൈസലേ, മോനെ. ഉമ്മ അവൻ്റെ ഷർട്ടിൽ പിടിച്ചു. ഉമ്മ. കണ്ണുകൾ തുടക്കുന്ന ഫൈസലിനെ ഉമ്മ കണ്ടു. എന്താ മോനെ? അതുമ്മ, കണ്ണിലേക്ക് എന്തൊരു പ്രാണിയോ? ഇത്രയ്ക്കും സെറ്റപ്പുള്ള ഇവിടെ പ്രാണിയോ? എന്താ മോനെ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഉമ്മ, ഇല്ല, ഉമ്മ പർച്ചേസ് ചെയ്തോളൂ കേട്ടോ. അതിൽ മനോഹരമായ ഒരു കുഞ്ഞുടുപ്പ് അതാ ഫൈസൽ കാണുന്നു. ഉമ്മ, ഇതതിലേക്ക് ഇട്ടോളൂ. അവൻ വിതുമ്പുന്നുണ്ടായിരുന്നു. അല്ല മോനെ, ഇത് പെൺകുട്ടിൻ്റെ അല്ലേ? അതിനെന്താ ഉമ്മ? എന്തായാലും എന്താ, കുഴപ്പമില്ലല്ലോ. അത് വെച്ചോളൂ. സത്യം പറഞ്ഞാൽ തൻ്റെ പ്രിയപ്പെട്ട മോൻ, അതെ, അവൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട, അല്ലെങ്കിൽ അവൻ ഉപേക്ഷിക്കപ്പെട്ട ഭാഗ്യനക്ഷത്രമാണ് നുസൈബ. ആ നുസൈബ അതൊരു വലിയ നഷ്ടം തന്നെയാണ്. അവളിന്ന് ഗർഭിണിയാണ്. അവളുടെ കുഞ്ഞിനുള്ള ഉടുപ്പുകളാണ് ഉമ്മയും അവനും എടുക്കുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ ചെയ്ത കുറ്റകൃത്യങ്ങൾ ആലോചിക്കുമ്പോഴാണ് കഅബയുടെ ചാരെ പോയി ഒരുപാട് പൊട്ടി കരഞ്ഞിരുന്നു. പടച്ച റബ്ബ് സ്വീകരിക്കും. അല്ലാ, ഇപ്പോഴും അവൻ്റെ മനസ്സിൽ ഒരു വേദനയാണ്. എവിടേക്കോ ഒരു കനൽ എരിയുന്നുണ്ട്. അറിയുന്നില്ല, ഞാൻ ചെയ്ത പാപങ്ങൾ റബ്ബേ എല്ലാം ഞാൻ പൊറുക്കാൻ വേണ്ടി പടച്ച റബ്ബിനോട് പറഞ്ഞിട്ടുണ്ട്. മോനെ, ഉമ്മ വിളിക്കുന്നു. ഉമ്മയുടെ മനസ്സിൽ എന്തൊക്കെയോ ഒരു ബേജാറ്. പഠിച്ചോനെ, അത് മറക്കണമെന്നുണ്ടെങ്കിൽ മുന്താസിനായിട്ടുള്ള നിക്കാഹ് കഴിക്കണം. അതേ നടക്കുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ ഓരോന്ന് കാണുമ്പോൾ ഓൻ്റെ ഹൃദയം പൊട്ടിക്കരയാണ് ഓന്. എന്താ ചെയ്യുക, സാരമില്ല, ഓൻ്റെ വിധി അങ്ങനെയൊക്കെയല്ലേ. അങ്ങനെ ആലോചിച്ചാൽ മതി. മോനെ, മതി പർച്ചേസിങ്, നമുക്കിന്ന് പോകാം, നാളെ വരാം. ഉമ്മ, എടുത്തോളി. മുംതാസും, ഉമ്മ എന്ത് മതിയാക്കിയേ? നുസൈബക്കുള്ള ഡ്രസ്സൊക്കെ ഞാൻ എടുക്കുന്നുണ്ട്. മോളെ മതി, പോകാം, നാളെ വരാം. മുംതാസിന് എന്താണെന്ന് മനസ്സിലായില്ല. ഉമ്മ മതിയോ? മോളെ, ടൈം ഒരുപാട് ലേറ്റ് ആയില്ലേ, നമുക്ക് പോകാം. അങ്ങനെ അതാ അവർ ബില്ല് പേ ചെയ്ത് പുറത്തേക്ക് ഇറങ്ങുന്നു. എന്താണെന്നറിയില്ല ഫൈസലിനെ വല്ലാത്തൊരു വിമുഖത മനസ്സിൽ. ഉമ്മ മനസ്സിൽ വിചാരിക്കുന്നു, പെട്ടെന്ന് മുംതാസുമായുള്ള നിക്കാഹ് നടത്തിയില്ലെങ്കിൽ തീർച്ചയായും അവന് വീണ്ടും ടെൻഷൻ കൂടി വരും. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ വേഗം സെറ്റാക്കണം, അല്ലാതെ നടക്കില്ല. അന്ന് തന്നെ ഉമ്മ അതാ മുംതാസിൻ്റെ ഉമ്മയോട് കാര്യങ്ങൾ പറയുന്നു. അതെ, പിന്നെ മോളെ ഒഴിവാക്കിയിട്ട് ഇത്രയും ദിവസമൊക്കെ ആയില്ലേ, ഇനിയിപ്പോൾ നമുക്ക് പെണ്ണുകാളിൽ അങ്ങോട്ട് നടത്താം. അത് കഴിഞ്ഞിട്ട് ഞാൻ ഏതായാലും അടുത്ത ആഴ്ച പോവാണ്. എന്നാൽ പിന്നോട് ഉറപ്പിച്ചിട്ട പോലെ ആയല്ലോ. മറ്റേത് എന്താണെന്ന് വെച്ചാൽ പിന്നെ
ഉറപ്പിച്ചിടാഞ്ഞാൽ അതങ്ങനെ നീണ്ടുപോകും. എന്നാൽ പിന്നെ നിക്കാഹ് അടുത്ത കുറിയാണ്ട് ആക്കാം. അപ്പോഴേക്കും ഇവർ ബിസിനസ്സിൻ്റെ കാര്യങ്ങളും ഒക്കെ ഒന്ന് റെഡി ആയിക്കോട്ടെ. എന്തേ ആയിക്കോട്ടെ, അത് നല്ല തീരുമാനം തന്നെയാണ്. എന്നാൽ നമുക്ക് എപ്പോഴാണ് ആക്കുക? അതിപ്പോൾ ഇന്നിപ്പോൾ ഇത്ര ലേറ്റായി, നാളെ ആക്കല്ലേ? ആ ആയിക്കോട്ടെ, നാളെ ആക്കാം. അന്ന് തന്നെ അത് മുംതാസിൻ്റെ ഉപ്പയോട് ഉമ്മ കാര്യം പറയുന്നു. അതേ, ഓല രണ്ടാളെ സമ്മതം എടുക്കല നമുക്കത് നടത്താം. എന്നാൽ പിന്നെ ആ താത്ത പോയാലും കുഴപ്പമില്ലല്ലോ. ഓലമ്മ പോയാലും കുഴപ്പമില്ല, നമുക്ക് പിന്നെ നിക്കാഹും ആക്കാം. നമുക്കങ്ങോട്ട് ഉറപ്പിച്ചങ്ങോട്ട് ഇടുക. എൻഗേജ്മെൻറ്റ് നല്ല മട്ടത്തിലങ്ങോട്ട് ആക്കി ഇടുക. പിന്നെ ഇൻഷാ അല്ലാ ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ. എന്തേ? ഞാനത് പറയണമെന്ന് വിചാരിച്ച് നിൽക്കുകയായിരുന്നു. ഇൻഷാ അല്ലാ എല്ലാം പെട്ടെന്ന്. പിന്നെ ഇവിടുത്തെ ബിസിനസ്സിൻ്റെ കാര്യം അത് ഫൈസലിനെ ഏൽപ്പിക്കണം കേട്ടോ നമുക്ക്. അതായത് ഓൻ തന്നെയാണ് അതിൻ്റെ മുതലാളി. എന്തൊക്കെ തന്നെയാലും ഇന്ന് ഇത്രയും കാലം നോക്കി നടത്തിയ ഓൻക്ക് നമ്മളെ വകമായിട്ട് എന്തെങ്കിലും കൊടുക്കാൻ ഞാൻ പറ്റുമോ? അപ്പോൾ ഈ ഗൾഫത്തെ ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ അത് അവൻ്റെ പേരിലുള്ളതാണ്, ആ ഒരു ബിസിനസ് തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഓൽക്ക് ഞാൻ ജീവിതത്തിൽ എന്തൊക്കെ തന്നെ ബുദ്ധിമുട്ട് വരികയാണെങ്കിലും ഇവിടെയും കൂടി ഇതുള്ളത് കാരണം, ബിസിനസ് ഉണ്ടായത് കാരണം ഒരിക്കലും ഓൽക്കൊരു ബുദ്ധിമുട്ട് വരൂല. ഓൻ്റെ പേരിൽ അതങ്ങോട്ട് എഴുതിയിട്ട് കൊടുക്കണം ഞാൻ. ഇത് ക്ലിക്കാകാനൊന്നും വലിയ പണിയില്ല, വലിയ ബിസിനസ്സാണ്. കാരണം അത്രക്കും ലക്ഷങ്ങളും കോടികളും മുടക്കി ചെയ്യുന്ന സംഭവമാണ്. എന്തായാലും ആയിക്കോട്ടെ ഇൻഷാ അല്ലാ. ആ രാത്രി അതാ ഉമ്മക്ക് പല പല സ്വപ്നങ്ങളായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്. നാളെയാണ് എൻഗേജ്മെൻറ്റ്. എന്തൊക്കെ തന്നെയായാലും ഷമ്മാസിനോടും ഒക്കെ ഒന്ന് വിളിച്ച് പറയണം. പിന്നെ എൻഗേജ്മെൻ്റ് നടത്തി കഴിഞ്ഞാൽ പിന്നെന്താണോ, എന്നാൽ പിന്നെ ഒരു ഇതെങ്കിലും കഴിഞ്ഞാൽ നിൽക്കാം ഇച്ചിടാനാണ് പൂതി. പക്ഷേ ദിവസമായിട്ടില്ല, കുറച്ചും കൂടി ദിവസമുണ്ട്. അതും കൂടി കഴിഞ്ഞിട്ട് നിക്കാഹ് നടക്കുള്ളൂ. ഇപ്പോൾ തൽക്കാലം എൻഗേജ്മെൻ്റ് നടത്തിയിടുക, അതായിരിക്കും നല്ലത്. പിറ്റേന്ന് രാവിലെ ഉമ്മ അതാ നേരെ ഫൈസലിൻ്റെ അരികിലേക്ക്. ഫൈസൽ മോനെ. ഉമ്മ. മോനെ, നമുക്ക് ഇന്നങ്ങോട്ട് ആക്കട്ടോ എൻഗേജ്മെൻറ്റ്. ഉമ്മ അതൊന്ന് പെട്ടെന്ന്. അല്ല എന്നിപ്പോൾ ആലോചിച്ചതാ, നിക്കാഹ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാക്കാം. ഇപ്പോൾ അതാണ്ടേ പറഞ്ഞു വെക്കാം. നിങ്ങൾ രണ്ടുപേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുത്തത്തിലാണോ, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാണോ, ഒന്ന് നിങ്ങൾ പരസ്പരം പറയുക. അതന്നെ, വേറെ ഒന്നുമല്ല. നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമുണ്ട് എന്നുണ്ടെങ്കിൽ തുറന്ന് പറയാം, ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അതും പറയാം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ദിവസം കണക്കാക്കുന്നത്. ഇങ്ങനൊരു ദിവസം കണക്കാക്കിയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് രണ്ടാൾക്കും പറയാനുള്ളതൊക്കെ പറയട്ടോ. രണ്ടാളുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും എല്ലാം പറയുക. ഒത്തു പോവുകയാണെങ്കിൽ മാത്രം നിങ്ങളെ നിക്കാഹും കഴിക്കുക. ഫൈസൽ ഉമ്മയുടെ മുഖത്തേക്ക് തന്നെ നോക്കി. എന്താ മോനെ, എനിക്കൊരു സന്തോഷമല്ലേ? ഉമ്മ, എന്നെ ഒന്നും അവർക്ക് പറ്റില്ല. അതെന്താ മോനെ അങ്ങനെ? അതുമ്മ, എൻ്റെ ജീവിതത്തിനെ കുറിച്ചൊക്കെ ആലോചിക്കുകയാണെങ്കിൽ അതൊന്നും പറ്റില്ലമ്മ. പൊന്നു മോനെ, ഓലെ ബാപ്പാനെ നോക്കണം ഇപ്പോൾ ഈയാണ്. എന്തൊക്കെ തന്നെയായാലും ഓൾക്ക് തന്നെ സ്വന്തമായി കിട്ടണം എന്ന് തന്നെയാണ് ആഗ്രഹം. പക്ഷെ നിക്കാഹ് എന്നുള്ള ആ ഒരു ബന്ധം ഉണ്ടെങ്കിൽ മാത്രമേ എല്ലാവരും സ്വന്തമാവുള്ളൂ. അതുവരേക്കും ആരും സ്വന്തമല്ല. അപ്പോൾ അതുകൊണ്ട് ഉമ്മാൻ്റെ കുട്ടി ഇന്ന് ഒരു 10 മണിയാകുമ്പോഴേക്കിനും ഒന്ന് കുളിച്ചൊരുങ്ങി നല്ല മട്ടത്തിന് ഡ്രസ്സൊക്കെ എടുത്തുകാണ്ട് നമുക്കൊരു പരിപാടി നടത്തണം കേട്ടോ. ഉമ്മയുടെ ആ വാക്കുകൾക്ക് അവൻ എതിരൊന്നും പറഞ്ഞില്ല. ഉമ്മയുടെ മുഖത്തേക്ക് ദയനീയമായി നോക്കിയെന്നല്ലാതെ. ഉമ്മ മാറ്റി കുളിച്ചൊരുങ്ങി വെച്ചിട്ട് എന്നെ പറ്റുമോ? എന്താ മോനെ എനിക്ക് കുഴപ്പം? അനക്കെന്താ സൗന്ദര്യത്തിന് കുറവുണ്ടോ? സമ്പത്തിന് കുറവുണ്ടോ? അനക്കെന്താ? അല്ലമ്മ, അതൊന്നും കുറവില്ല. പക്ഷേ എൻ്റെ സ്വഭാവം വളരെ മോശമായിരുന്നല്ലോ. ആ ഒരു കുറവ് അത് വല്ലാത്തൊരു കുറവ് തന്നെയാണ്. പൊന്നു മോനെ, കഴിഞ്ഞ് പൊറുക്കലിനെ തേടിഞ്ഞ് പഴയത് ഇങ്ങനെ എടുത്തിട്ട് മുന്നിക്കിട്ട് വരണ്ട. പിന്നെ അടുത്ത ആഴ്ച ഞാൻ പോവുകയാണ്, അതിന് മുമ്പ് തന്നെ കഴിച്ച് പോകാതിരിച്ചിട്ടാണ്. അങ്ങനെ അതാ അവൻ മനമില്ല മനസ്സോടു കൂടെ ഒരുങ്ങുവാൻ വേണ്ടി പോകുന്നു. ഈ സമയം മുംതാസ്, അവൾക്ക് എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു. അല്ലാ, എൻഗേജ്മെൻറ്റോ? എനിക്ക് മോളെ നല്ല രീതിയിൽ മാറ്റിയൊരുങ്ങിക്കോ. നിങ്ങൾ രണ്ടുപേരും പരസ്പരം ശരിക്ക് കാണുക, സംസാരിക്കുക, അതേ ഉള്ളൂ ഇവിടെ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാ ബാക്കിയൊക്കെ. ഉമ്മ അതാ ഷമ്മാസിനെ വിളിക്കുന്നു നാട്ടിലേക്ക്. മോനെ ഷമ്മാസേ. ഉമ്മ. മോനെ, എൻഗേജ്മെൻ്റാണ് ഇന്ന് ഫൈസലിൻ്റെയും മുംതാസിൻ്റെയും, കേട്ടോ. നേരെ നവാസിനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു, സാജിയോടും പറഞ്ഞു, അത്യാവശ്യം റജിന എളാമയോടും അങ്ങനെ പറഞ്ഞു. ചെറുതായിട്ട് ഗൾഫിൽ നിന്ന് നടത്തുകയാണ്, വേറൊന്നുമില്ല.
ആ ഒന്ന് ഉറപ്പിച്ചിടാന്ന് മാത്രം, പിന്നെ ഇൻഷാ അല്ലാ നിക്കാഹ്, കാരണം എനിക്ക് നാട്ടിൽ പോകാൻ ഞാൻ പറ്റൂലേ. അങ്ങനെ അതാ എൻഗേജ്മെൻറ്റിന് വേണ്ടി മണവാട്ടിയും മണവാളനും ഒരുങ്ങി. ഉമ്മ പറഞ്ഞു, എൻ്റെ പൊന്നു ചെക്ക, സത്യമായിട്ടും ഉമ്മാൻ്റെ കുട്ടീനെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഉമ്മ മോനിങ്ങനെ ടെൻഷൻ ആവരില്ലേ, നല്ല രീതിയിൽ ഓരോരുത്തർ ആക്റ്റീവായി നിൽക്കണം കേട്ടോ. ഉമ്മ എന്നെ ഒന്നും പറ്റില്ല, എൻ്റെ പോവ ചെക്ക അവിടുന്ന്, എന്തെന്നെ പറ്റായി നോക്കിക്കോ. ആ മുന്താസ് എത്ര സന്തോഷത്തിലാണോ ഉമ്മ, അവരൊക്കെ വലിയ ടീമാണ്, ഡിമാൻഡുകളും കാര്യങ്ങളൊക്കെ. ഞമ്മക്ക് എന്താണ് കുഴപ്പം, ഒരു കുഴപ്പമില്ല, ഈ അങ്ങോട്ട് നടക്ക്. അങ്ങനെ അതാ ആ വീട്ടിൽ ചെറിയ രീതിയിലുള്ള ഒരു ഫങ്ഷനും കാര്യങ്ങളും അറബിയും ഫാമിലിയും അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. അതെ, അന്ന് അവിടെ പെണ്ണുകാണൽ നടക്കുകയാണ്, എൻഗേജ്മെൻറ്റ്. അങ്ങ് അറേബ്യയിൽ സന്തോഷത്തിൻ്റെ നിമിഷങ്ങൾ, സന്തോഷത്തിൻ്റെ ദിവസം. നുസൈബ ഷമ്മാസിനോട് പറഞ്ഞു, ഇക്ക ഇന്നിപ്പോൾ എൻഗേജ്മെൻ്റ് ആണല്ലേ? അതെ, എൻഗേജ്മെൻ്റ് ആണ്. പിന്നെന്താ ഇപ്പോഴൊരു ഉഷാറില്ലാത്ത നിങ്ങൾക്ക്? അവരവിടെയല്ലേ പെണ്ണേ. ഇക്ക എന്തൊക്കെ തന്നെ ഇൻഷാ അല്ലാ നിക്കാഹിനും കല്യാണത്തിനൊക്കെ എനിക്ക് കൂടാൻ പറ്റിയിരിക്കില്ലേ? ഇൻഷാ അല്ലാ നമുക്ക് കൂടണം, എന്തായാലും എൻഗേജ്മെൻ്റൊക്കെ അവിടെ കഴിയട്ടെ. മുംതാസും മനോഹരമായി അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. അവിടെയുള്ള അറബിച്ചിയും ഉമ്മയും ഒക്കെ പറഞ്ഞു, മാഷാ അല്ലാ നല്ല ഉഷാറായിട്ടുണ്ട് മോളെ. അങ്ങനെ അതാ അവർ രണ്ടുപേരും പെണ്ണു കാണൽ, അവർ സംസാരിക്കൽ, അതിനുള്ള ചടങ്ങാണ് അവിടെ നടക്കുവാൻ വേണ്ടി പോകുന്നത്. എല്ലാവർക്കും സന്തോഷമാണ്. എല്ലാവരും പറഞ്ഞു, രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാനും പറയാനുള്ളതൊക്കെ റെഡിയാക്കി വെച്ചോളൂ. ഇൻഷാ അല്ലാ നിങ്ങൾക്ക് രണ്ടു പേർക്കും പറ്റുകയാണെങ്കിൽ മാത്രം നടത്താം. അതല്ല രണ്ടു പേർക്കും എന്തെങ്കിലും ഒരു കുറവ് അല്ലെങ്കിൽ തോന്നുകയാണെങ്കിൽ, എന്തെങ്കിലും ഒരു ഇഷ്ടക്കേട് തോന്നുകയാണെങ്കിൽ നമുക്കിത് ക്യാൻസലാക്കുകയും ചെയ്യാം. അത് തന്നെയാണ് എല്ലാവരും പറഞ്ഞത്. അങ്ങനെ അതാ ഉമ്മ ഫൈസലിനോട് പറയുന്നു, മോനെ മുംതാസ് അതാ ആ റൂമിലുണ്ട്, മോൻ ചെല്ല് അങ്ങോട്ട്. ഉമ്മ നിങ്ങളും വരി. എന്താ ചെക്ക എനിക്ക്? അല്ലേ ഒരു പക്ഷേ എന്നെ മാത്രം കാണുമ്പോൾ എൻ്റെ പൊന്നാരി ചെക്ക, നിങ്ങൾക്ക് ചോദിക്കാനും പറയാനൊക്കെ ഉള്ളതിൽ ഞാൻ അങ്ങനെ തലടല വന്ന് കാണ്ട് മാണ്ട എനിക്ക്. ഉമ്മ ചിരിച്ചുകൊണ്ട് മാറി നിന്നു. ഫൈസൽ ഉമ്മയെ നോക്കി, ഉമ്മ ചെല്ല് മോനെ ചെല്ല് നീയേ. എന്നാൽ മണവാട്ടിയാകാൻ പോകുന്ന മുംതാസ് അതിനുവേണ്ടി കാത്തിരിക്കുകയായിരുന്നു. തൻ്റെ പ്രിയപ്പെട്ട ആള് തന്നെ കാണാൻ ഇപ്പോൾ വരും എന്ന് വിചാരിച്ചുകൊണ്ട് ഫൈസൽ പതുക്കെ അതാ ആ റൂമിനകത്തേക്ക് കടക്കുന്നു. മുംതാസ് കാത്തിരിക്കുകയാണ് ഫൈസലിനെ. ഏത് നിമിഷവും ഫൈസൽക്ക ഇങ്ങോട്ടെത്തും. എന്നോട് എന്ത് ചോദിക്കൂ റബ്ബേ? ഫൈസിക്കാക്ക് എന്നിൽ എന്തായിരിക്കും ഇഷ്ടമില്ലാത്തത്? എങ്ങനെ ചോദ്യത്തിന് ഉത്തരം പറയണം എനിക്കൊന്നും അറിയുന്നില്ല. കാരണം ഫൈസിക്ക തികച്ചും വ്യത്യസ്തമായ സ്വഭാവക്കാരനാണ്. അതുകൊണ്ട് തന്നെ അവൾക്ക് എന്ത് പറയണം എന്നായി പോവുകയാണ്. എന്നാൽ കതക് തുറന്ന് ഫൈസൽ അകത്തേക്ക് കടന്നു. മുംതാസിനെ ഒരു നോട്ടം നോക്കി. മുംതാസ് ആ നോട്ടത്തിൽ നാണം കൊണ്ട് തല താഴ്ത്തി. അറിയാതെ ഫൈസൽ വിളിക്കുകയാണ്, മുംതാസ്. എന്താ മുഖത്ത് നോക്കാൻ മടിയാണോ? അത് മടിയായിരിക്കുമല്ലേ? അത് പിന്നെ എന്താ എന്താ നമ്മൾ വീട്ടുകാരോട് പറയേണ്ടത്? എന്ത്? അല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? നിനക്ക് എന്നോട് ഇഷ്ടമുണ്ടോ? അത് കേട്ടപ്പോൾ അവളുടെ മുഖം ചുവന്നു തുടുത്തു. നാണം കൊണ്ട് അവൾ തല താഴ്ത്തി. പറയടേ, എന്നോട് ഇഷ്ടമാണോ? ഞാൻ കാര്യത്തിലാണ് ചോദിക്കുന്നത് കേട്ടോ. അവൾ മൗനമായിരുന്നു പാലിച്ചിരുന്നത്. അതെ, അതായിരിക്കും ഒരു നല്ല പെൺകുട്ടിയുടെ ലക്ഷണം. ഓടിച്ചാടി ആ ഇഷ്ടമാണ് എന്ന് പറയുക എന്നതിനുപരി നാണത്തോടെ ആ മൗനം പാലിച്ചാൽ അതിൻ്റെ ഉത്തരം ഓക്കെ എന്നാണ്. എന്താ മൗനം പാലിച്ചാൽ ഞാൻ മനസ്സിലാക്കിക്കോട്ടെ മൗനം സമ്മതം എന്നുള്ളത്? മുംതാസ് ഒരു നിമിഷം നാണത്തോടെ ഫൈസലിനെ നോക്കി. അവൾ പതുക്കെയൊന്ന് മൂളി. എന്നാൽ ഈ സമയം മുംതാസ് ചോദിക്കുന്നു, എന്നോട് ഇഷ്ടമുണ്ടോ? ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ ഫൈസൽ എന്തുത്തരം പറയും? നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.